ഹലോ പനക്കത്തിയാന്നേ എല്ലാവർക്കും സുഖമില്ലേ? അപ്പം നമ്മുടെ മൈ ഓണം കിച്ചണിൻ്റെ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. അപ്പം നമ്മുടെ ഓണം സീരീസിൻ്റെ സെക്കൻഡ് ഡേയിൽ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പുളിയിഞ്ചിയാണ്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ? അപ്പോൾ വായോ തുടങ്ങിയേക്കാം. അപ്പം അതിനായിട്ട് ഞാൻ ദേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ദേ ഇവിടെ ചോപ്പർ ഉപയോഗിച്ചാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പം ഇതേപോലെ തീരെ കുഞ്ഞായിട്ടാണ് നമുക്ക് ഈ സാധനം വേണ്ടത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഉണ്ട വാളം പുളി എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതേ സ്പൂൺ വെച്ച് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഈ പുളി ഒന്ന് വെള്ളത്തിൽ പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പരിപാടി കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ചട്ടി വെച്ച് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് കടുകാണ് ഇനി ഇടേണ്ടത്. എന്നിട്ട് ആ കടുകൊക്കെ ഒന്ന് പൊട്ടിത്തീരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞതാണ് ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം കുറച്ച് വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് കനം കുറച്ച് അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഒപ്പം ഒരു തണ്ട് വേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണേ. ഇതിന് എണ്ണ ഒരു അല്പം കൂടുതൽ വേണം. അപ്പം അതുകൊണ്ട് തന്നെ എണ്ണ നല്ലതുപോലെ ചേർത്തിട്ട് വേണം നമ്മൾ വഴറ്റാൻ വേണ്ടിയേ. അപ്പം അതൊന്ന് വഴറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് വെള്ളത്തിലിട്ട് ആ പുളി ഒന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ അതിലോട്ട് ചേർക്കാൻ വേണ്ടിയേ. അപ്പം ഞാനിതെല്ലാം നല്ലതുപോലെ ഒന്ന് അഴിച്ചൊക്കെ എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വാടി വരുമ്പോൾ ഈ പുളിവെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ പുളിവെള്ളമൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ 2 സ്പൂണോളം മുളക് പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഞാൻ ഇളക്കിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി ഇത് നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു വലിയ ശർക്കര തന്നെയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ ശർക്കര ഞാൻ പൊടിച്ചതിന് ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇത് ഇളക്കിയെടുക്കണം. ഈ സമയത്ത് കൈവിടാതെ തന്നെ ഇളക്കിയെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ആ ഒരു ശർക്കരയൊക്കെ അതിലോട്ടൊന്ന് അലിഞ്ഞു ചേരുവുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണേ. ഇതുപോലെ നല്ലതുപോലെ കുറുകി തിളച്ച് വരുമ്പോൾ നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. എന്നിട്ട് മറ്റൊരു ചട്ടിയിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ ഉലുവയും അരിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഒരുപാട് അങ്ങോട്ട് വറുത്ത് പോകണ്ട, ചെറിയ രീതിയിൽ മതി കേട്ടോ. ഇതിൻ്റെ ഒരു അളവ് പറയാനാണെങ്കിൽ അരിയാണ് ഇച്ചിരി കൂടുതൽ വേണ്ടത്. കടുകും ഉലുവയും ഒരിത്തിരി മതി. ഇനി ഇതുപോലെ ഒരു ചെറിയ ജാറിലേക്ക് മാറ്റി ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത് ഈ ഒരു കൂട്ട് നമുക്ക് ഈ കറിയിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അവസാനമായി കടുക് കൂടെ പൊട്ടിച്ചു കൊടുത്ത് നമ്മുടെ കറിയുടെ പരിപാടി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറി എന്ന് പറയുന്നത് അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ഇഞ്ചിക്കറി മാറി നിൽക്കുന്ന ടേസ്റ്റാണ് ഈ പുളിയിഞ്ചി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. പിന്നെ എൻ്റെ ചേട്ടനാണെങ്കിൽ ഇത് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇനി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പറയാവുന്നതാണ്. അപ്പം നമുക്ക് ഇനിയും ഇതുപോലെയുള്ള റെസിപ്പിയുമായിട്ട് ഇനിയും കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.